ഓൾ ഇന്ത്യയിൽ ആയുഷ് കൗൺസിലിംഗ്, അതായത് ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ പോലുള്ള കോഴ്സുകളുടെ ഓൾ ഇന്ത്യ ലെവലിലെ ആയുഷ് കൗൺസിലിങ്ങിൻ്റെ 3ാമത്തെ റൗണ്ട് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചാൽ ഇതിൽ കുറേ ടൈപ്പ് പറയുന്നുണ്ട്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നീറ്റ് ക്വാളിഫൈ ആയ കുട്ടിയായിരിക്കണം. ആ കുട്ടിക്ക് റൗണ്ട് 1 റൗണ്ട് 2 സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഗ്രൂപ്പ് 3 അല്ലെങ്കിൽ റൗണ്ട് 3 ഫ്രഷായി രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഓരോ റൂൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 1 ആരാണ്? നീറ്റ് ക്വാളിഫൈഡ് കുട്ടിയാണ്. ഹു ഹാവ് നോട്ട് രജിസ്റ്റേർഡ് ഇൻ റൗണ്ട് 1 ഓർ റൗണ്ട് 2. റൗണ്ട് 1 റൗണ്ട് 2 രജിസ്റ്റർ ചെയ്തില്ല, റൗണ്ട് 3 രജിസ്റ്റർ ചെയ്യാം. ഇനി ഗ്രൂപ്പ് 2 നോക്കിക്കേ. കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ റൗണ്ട് 1 ആൻഡ് റൗണ്ട് 2 ബട്ട് were not allotted a seat. അപ്പോൾ റൗണ്ട് 1 റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, സീറ്റ് കിട്ടിയില്ല, അപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യണ്ട. എന്നാൽ ഗ്രൂപ്പ് 1 കുട്ടി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ഗ്രൂപ്പ് 2 കുട്ടി ഓൾറെഡി റൗണ്ട് 1 റൗണ്ട് 2 രജിസ്റ്റർ ചെയ്ത കുട്ടിയാണ്. അപ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ ഫീ ഒന്നും അടയ്ക്കേണ്ട, നേരെ റൗണ്ട് 3 ഓപ്ഷൻ വെച്ച് പോവാം. ഈ ഗ്രൂപ്പ് 3 നോക്കുക. റൗണ്ട് 1 നോട്ട് ജോയിൻഡ് കാൻഡിഡേറ്റ് ആൻഡ് ഹു ഹാവ് ഓപ്റ്റഡ് ദ ഫ്രീ എക്സിറ്റ്. ഫ്രീ എക്സിറ്റ് ആയ കുട്ടിയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട, ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, ഫീ പോയിട്ടില്ല. ഇനി ഗ്രൂപ്പ് 4 നോക്കുക. റൗണ്ട് 1 അഡ്മിറ്റഡ് കാൻഡിഡേറ്റ് ഹു അവൈൽഡ് ദ ഫ്രീ എക്സിറ്റ്. അപ്പോൾ റൗണ്ട് 1 കിട്ടിയതാണ്, ഫ്രീ എക്സിറ്റ് എടുത്തതാണ്. ക്ലിയർ അല്ലേ? അവർക്കും എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫ്രീ എക്സിറ്റ് ആണെങ്കിൽ ഫീ അടയ്ക്കേണ്ടതില്ല. ഇനി ഗ്രൂപ്പ് 5 നോക്കുക. റൗണ്ട് 1 അഡ്മിറ്റഡ് കാൻഡിഡേറ്റ് ബട്ട് നോട്ട് അപ്ഗ്രേഡഡ് ഇൻ റൗണ്ട് 2. റൗണ്ട് 2 അപ്ഗ്രേഡ് ചെയ്തില്ല. അപ്പോൾ വേണമെങ്കിൽ റൗണ്ട് 1 സീറ്റ് അവിടെയുണ്ട്, റൗണ്ട് 3 അപ്ഗ്രേഡ് ചെയ്യാം. ഇനി 6ാമത്തെ ഗ്രൂപ്പ് നോക്കുക. റൗണ്ട് 1 അഡ്മിറ്റഡ് കാൻഡിഡേറ്റ് ബട്ട് നോട്ട് അപ്ഗ്രേഡഡ് ഡ്യൂറിംഗ് റൗണ്ട് 2 ആൻഡ് അവൈൽഡ് ഫ്രീ എക്സിറ്റ്. റൗണ്ട് 2 അപ്ഗ്രേഡ് ആയില്ല, ഫ്രീ എക്സിറ്റ് ആയി. അപ്പോൾ ഫീസ് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യുക? ഫുൾ പേയ്മെൻറ്റ് ഫീ അടച്ചുകൊണ്ട് വീണ്ടും, അതായത് രജിസ്ട്രേഷൻ പുതിയതായി ചെയ്താൽ മതി, അവർക്കും പങ്കെടുക്കാം. ഇനി 7ാമത്തെ ഗ്രൂപ്പ് നോക്കുക. ജോയിൻഡ് റൗണ്ട് 1 അലോട്ടഡ് സീറ്റ് ആൻഡ് സബ്മിറ്റഡ് ഫോർ വില്ലിങ്നെസ്. അപ്ഗ്രഡേഷന് കൊടുത്തു, എന്നിട്ട് റൗണ്ട് 2 പങ്കെടുത്തില്ല, അവർക്കും റൗണ്ട് 3 വരാം. ഇനി ഗ്രൂപ്പ് 8 നോക്കുക. റൗണ്ട് 2 ജോയിൻ ചെയ്തു, അതല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തു വന്നു, എന്നിട്ട് വില്ലിങ്നെസ് ഫോർ അപ്ഗ്രഡേഷൻ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റ് ഉണ്ട് റൗണ്ട് 2. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 3rd റൗണ്ടിലേക്ക് അപ്ഗ്രഡേഷൻ കൊടുക്കാം. 9ാമത്തെ ഗ്രൂപ്പ്. റൗണ്ട് 2 നോൺ ജോയിൻഡ് കാൻഡിഡേറ്റ് ഹു അവൈൽഡ് ഫ്രീ എക്സിറ്റ്. ഫ്രീ എക്സിറ്റ് അല്ല, എക്സിറ്റ് വിത്ത് ഫോർഫിച്ചർ. അത് റൗണ്ട് 2 സീറ്റ് കിട്ടിയിരുന്നു, ജോയിൻ ചെയ്തിരുന്നു, അപ്പോൾ റിസൈൻ ചെയ്തതാണ്, അവർക്കും പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് 10. റൗണ്ട് 2 ജോയിൻഡ് കാൻഡിഡേറ്റ് ഹു അവൈൽഡ് ഓഫ് എക്സിറ്റ് വിത്ത് ഫോർഫിച്ചർ ഓഫ് കൗൺസിലിംഗ് ഫീ 3 days prior to the commencement of റൗണ്ട് 3 ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ റൗണ്ട് 3 നോട്ടിഫിക്കേഷൻ വരുന്നതിന് 3 ദിവസം മുമ്പ് റിസൈൻ ചെയ്ത്, അതായത് ഫോർഫീച്ചർ ചെയ്തുകൊണ്ട് ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിഡ്രോ ആയ കുട്ടിക്കും റൗണ്ട് 3 വരാം. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. റൗണ്ട് 3 മുമ്പ് ഏത് റൗണ്ടിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും ഇതിൽ വരാം. ഓൾറെഡി നിങ്ങൾ ഫീസ് നഷ്ടപ്പെടുത്തിയവരാണെങ്കിൽ, സീറ്റ് കിട്ടി, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റൗണ്ട് 1 ഫ്രീ എക്സിറ്റ് ഉണ്ട്, റൗണ്ട് 2 ഒരു സ്റ്റേജ് വരെ ഫ്രീ എക്സിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രീ എക്സിറ്റ് ആയവരാണെങ്കിൽ അഡീഷണൽ ഫീ അടയ്ക്കേണ്ട. ഇനി ഫ്രീ എക്സിറ്റ് അല്ല, ഫീസ് നഷ്ടപ്പെടുത്തിയവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫീ കൂടി അടയ്ക്കണം എന്ന് മാത്രം. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എന്ന് ചുരുക്കത്തിൽ പറയാം. ഇനി റൗണ്ട് 3 വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. റൗണ്ട് 3 ഇഫ് അലോട്ടഡ് ഓർ അപ്ഗ്രേഡഡ് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന റൗണ്ട് 1 റൗണ്ട് 2 ഉണ്ടായിരുന്ന കുട്ടിയാണ്, കുട്ടിക്ക് സീറ്റ് അപ്ഗ്രേഡ് ആയി, അല്ലെങ്കിൽ പുതിയതായി സീറ്റ് കിട്ടിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. അതായത് റൗണ്ട് 3 നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണം? ഹു ഹാവ് ബീൻ അലോട്ടഡ് ഓർ അപ്ഗ്രേഡഡ് എ സീറ്റ് ഡ്യൂറിങ് റൗണ്ട് 3. റൗണ്ട് 3 ഒരു സീറ്റ് കിട്ടിയാൽ മസ്റ്റ് ജോയിൻ, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് പുതിയതായി കിട്ടിയതാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്തിട്ട് കിട്ടിയതാണെങ്കിലും ഒക്കെ ചെയ്യണം. അതർവൈസ് ബിക്കം ഇൻഎലിജിബിൾ ഫോർ എനി ആയുഷ് UG കൗൺസിലിംഗ് സെൻട്രൽ ഓർ സ്റ്റേറ്റ്. അതായത് ഈ റൗണ്ട് 3 നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ നിങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും എന്ത് സംഭവിക്കും? നിങ്ങളെ എല്ലാ റൗണ്ടുകളിൽ നിന്നും പുറത്താക്കും. അത് സ്റ്റേറ്റിലുമൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് കിട്ടിയാൽ പോകുമെന്നുള്ള കോഴ്സേ വെക്കാവൂ, കോളേജേ വെക്കാവൂ. അടുത്ത് നോക്കുക. ഇഫ് നോട്ട് അപ്ഗ്രേഡഡ്, റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടിയാണ്, റൗണ്ട് 3 ഓപ്ഷൻ വെച്ചു, അപ്ഗ്രേഡ് ആയില്ല എന്ന് വിചാരിക്കുക. അപ്ഗ്രേഡ് ആയില്ലെങ്കിലും റൗണ്ട് 1 അല്ലെങ്കിൽ റൗണ്ട് 2 കിട്ടിയ സീറ്റ് കയ്യിലുണ്ടല്ലോ, അതിൽ ജോയിൻ ചെയ്യണം, മസ്റ്റാണ്. അവിടുന്നും വിഡ്രോ ആവാൻ പറ്റില്ല. അതായത് റൗണ്ട് 3 റിസൾട്ട് വന്നാൽ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സീറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്തേ മതിയാവും. പുതിയത് കിട്ടിയാൽ അതെടുക്കണം,
പുതിയത് കിട്ടിയില്ലെങ്കിൽ പഴയതെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് സെൻട്രൽ എല്ലാ റൗണ്ടുകളിൽ നിന്നും പുറത്താവും. നിങ്ങളെ കേരളത്തിലും പരിഗണിക്കില്ല. ഇനി കാൻഡിഡേറ്റ്സ് ഹൂസ് സീറ്റ് ഹാവ് നോട്ട് ബീൻ അപ്ഗ്രേഡഡ്. റൗണ്ട് 1 കിട്ടിയ സീറ്റ് അപ്ഗ്രേഡ് ചെയ്തില്ല, അല്ലെ റൗണ്ട് 2 അത് അപ്ഗ്രേഡ് ചെയ്തില്ല. അപ്ഗ്രേഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടിയ സീറ്റ്, ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്താൽ അപ്ഗ്രേഡ് ചെയ്ത സീറ്റിലേക്ക് പോകണം. അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലേ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള സീറ്റിൽ നിങ്ങൾ ഫിക്സ് ആവണം. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത റൗണ്ടിൽ നിന്ന് പുറത്താവും. അതായത് റൗണ്ട് 3 നിങ്ങൾക്കൊരു സീറ്റ് ഇഷ്യൂ ആയാൽ, ഇനി അതല്ല റൗണ്ട് 3 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റ് ഉള്ളതാണ്, പുതിയതായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പുതിയ സീറ്റ് കിട്ടിയില്ല എന്നുള്ളൂ, പഴയ സീറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ റൗണ്ട് 3 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു സീറ്റ് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് സെൻട്രൽ റൗണ്ടുകളിൽ നിങ്ങൾ പുറത്താണ്. പിന്നെ ആ സീറ്റ് കിട്ടിയ സീറ്റ് മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുണ്ടാവൂ. അത് നിർബന്ധമായിട്ട് എടുക്കണം. ഇനി നോക്കുക, ഇഫ് നോട്ട് അലോട്ടഡ്. അതായത് റൗണ്ട് 1 സീറ്റില്ല, റൗണ്ട് 2 സീറ്റില്ല, റൗണ്ട് 3 സീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇവർക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. അവർക്ക് നേരെ സ്ട്രേ വേക്കൻസിയിൽ ചോയ്സ് ഫില്ല് ചെയ്തുകൊണ്ട് പങ്കെടുക്കാം. അപ്പോൾ അവർക്ക് മാത്രം പ്രശ്നമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ആ കിട്ടിയ സീറ്റ് എടുത്തേ മതിയാവും. സീറ്റ് കിട്ടാത്തവർക്ക് മാത്രം സ്ട്രേയിൽ പങ്കെടുക്കാം. ഇനി അതിൻ്റെ ഷെഡ്യൂൾ ഓർമ്മിപ്പിക്കുന്നു. 3rd റൗണ്ടിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9-ാം തീയതിയാണ്. 9-ാം തീയതി രജിസ്ട്രേഷൻ തുടങ്ങും. 14-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ രജിസ്ട്രേഷൻ ഉണ്ടാവും. പേയ്മെൻറ്റ് ഈ 14-ാം തീയതി 2 മണിക്ക് രജിസ്ട്രേഷൻ തീർന്നാൽ 5 മണി വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചോയ്സ്, ഇത് രജിസ്ട്രേഷൻ്റെ ഫീ പേയ്മെൻറ്റ് ചെയ്തതാണ്. ചോയ്സ് ഫില്ലിങ് തുടങ്ങുക 10-ാം തീയതിയാണ്. രജിസ്ട്രേഷൻ 9-ാം തീയതി തുടങ്ങിയാലും 10-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെയാണ് ചോയ്സ് ഫില്ലിങ്. രാത്രി 11:55 വരെ നിങ്ങൾക്ക് സമയമുണ്ടാവും. ഈ 14-ാം തീയതി 2 മണിക്ക് ശേഷം രാത്രി 11:55 വരെ നിങ്ങൾക്ക് ചോയ്സ് ലോക്ക് ചെയ്യാം. നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ഇനി അതിൻ്റെ റിസൾട്ട് വരിക ഒക്ടോബർ 17-നാണ്. ഒക്ടോബർ 17 റിസൾട്ട് വന്നാൽ ഒക്ടോബർ 18 തുടങ്ങി ഒക്ടോബർ 22 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനും പറ്റും. അതിനുശേഷമാണ് സ്ട്രേ വേക്കൻസി ഉണ്ടാവുക. അപ്പോൾ സ്ട്രേ വേക്കൻസിയുടെ ഡീറ്റെയിൽ ഗ്രൂപ്പിലിടാം. അതേപോലെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇത് പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.